അയ്യോ, രാമുവിന്റെ വിരളി പിടിച്ച പൂവൻ കോഴി ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലായിക്കില്ല. ഈ തള്ളയ്ക്ക് പ്രാന്തായോ കുട്ടുമണി? ഓട് പൂവൻ കോഴി, നിന്റെ വീട്ടിൽ പോയി കിടന്ന് കൂവേടാ. ശല്യം. ഓ, കൂവി ഉണർത്തിയതല്ലേ, കുറച്ച് ധാന്യം കൊടുത്തേക്കാം. ഓ കുണുക്കി, ഇങ്ങ് വാ, ചോദിക്കട്ടെ. നീയാണല്ലേ വിശന്നിട്ട് പൂവനോട് പറഞ്ഞ് എന്നെ ഉണർത്തിയത്. ഇനി ഇത് ആവർത്തിച്ചാൽ നിനക്ക് ധാന്യമില്ല. നിന്നോടാരാ ആ തള്ളയോട് എന്റെ പേര് പറയാൻ പറഞ്ഞത്? തള്ളയ്ക്ക് പ്രാന്ത. നീ മൈൻഡ് ചെയ്യണ്ട എന്റെ പൊന്നെ. നീ എന്റെ കോമ്പൗണ്ട് വാളിൽ കേറി ഇരുന്ന് പിന്നെ ശല്യം ചെയ്യുവല്ലേടാ. തള്ളേ, ഒന്ന് അടങ്ങ്. നിങ്ങളുടെ ഒരു കോമ്പൗണ്ട് വാൾ. എനിക്കറിയാം നീ എന്നെ കാണാനാണ് വരുന്നത്, പക്ഷെ ആ തള്ള. എന്റെ പൊന്നെ, വിഷമിക്കാതെ, നിന്നെ കാണാൻ ഞാൻ എന്നും വരും. ദൈവമേ, എന്താ ഞാൻ ഈ കാണുന്നത്? ഇറങ്ങടാ പുറത്തേക്ക്. നിന്നെ നിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുകൊടുക്കാം അല്ലേ? ഇനി എപ്പ കാണിച്ചു തരാം. ഏടാ രാമു, ഇറങ്ങി വാ. ഏടാ രാമു, നീ ഇതിനെ അഴിച്ചു വിട്ടേക്കുവാനോ? ഇത് എന്റെ അല്ലേ? നിന്റെ അല്ലെങ്കിൽ അറവുശാലയിൽ കൊടുക്കാം. ഞാൻ നിന്നെ അറവുകാരന് കൊടുക്കും. ഇതെന്തൊരു ശല്യം. അവിടുന്ന് മാറ്. അയ്യോ, അവര് പോയല്ലോ, കള്ളക്കോഴികൾ. ചേട്ടാ ഓടിക്കോ, തള്ള പിറകെ വരുന്നു. നീ എന്റെ കൂടെ വന്നാൽ ധാന്യം എങ്ങനെ തിന്നും? എനിക്ക് കുട്ടികള് വേണം. ആ തള്ള പൂവൻകോഴി അകത്ത് കേറ്റാനേ ഇല്ല. എന്നാലും സമദ്രോഹി എന്റെ കൊച്ചിനെയും കൊണ്ട് പോയി കളഞ്ഞല്ലോ. ഇനി ഒരു നെൽമണി അരി പോലും ആർക്കും കൊടുക്കില്ല. എല്ലാം ചത്തുപോകട്ടെ. വളർത്തിയിട്ട് എന്ത് കാര്യം? ചാടിപ്പോകാനല്ലേ? നീ ഇപ്പൊ എത്തിയോ? ഇതെന്താ നിന്റെ കയ്യിൽ? ഇതൊരു പൂവൻകോഴിയാണമ്മേ. ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം. അമ്മ അതുവരെ ഇതിനെ ഒന്ന് നോക്കിക്കോ. എനിക്ക് വയ്യേ ഇതിനെ നോക്കാൻ. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം അമ്മേ. ചേട്ടാ, പാമ്പ്. എന്റെ കോഴികളെ തുടരുത്. എന്താ ഈ ശബ്ദം? മുത്തശ്ശി, പുറത്തിറങ്ങണ്ട, അപകടമാണ്. നന്ദി മോനെ, നിന്നെ ഞാൻ ഒത്തിരി ആട്ടിപ്പായിച്ചു. ഇപ്പൊ നീയാണല്ലോ എന്നെ രക്ഷിക്കാൻ വന്നത്. സാരമില്ല മുത്തശ്ശി, നിങ്ങളെ രക്ഷിക്കാനല്ലേ ഞാനുള്ളത്. എടാ മോനെ, എന്റെ മോള് വരുന്നു. നീ പെട്ടെന്ന് പോയി ഒളിച്ചോ, ഞാൻ അവളെ പറഞ്ഞയക്കാം. എടി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അവനെ നോക്കാൻ പറ്റില്ലെന്ന്. 2 ദിവസമായി അവനെ കാണാനില്ലല്ലോ. അയ്യോ അമ്മേ, എന്നാ ഞാൻ വേഗം പോയി ചേട്ടനെ അർദ്ദിക്കാം. മുത്തശ്ശിക്ക് ഭയങ്കര ബുദ്ധിയാ. ഒന്ന് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദേഷിച്ചാൽ ഞെക്കിക്കൊല്ലും. അതാ പ്രകൃതം. പിള്ളേരെ, നിങ്ങൾക്ക് എന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ.